ഒരു നിയമവും ബാധകമല്ല എന്ന നിലയിലാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ഗവർണർമാർ സംഘപരിവാർ താൽപര്യം സംരക്ഷിക്കുന്നവരായി പ്രവർത്തിക്കുന്നുവെന്നും ഗാന്ധിജിയുടെ ഘാതകരുടെ കയ്യിലാണ് ഗാന്ധി പിറന്ന നാടെന്നും MA ബേബി. നമ്മൾ വളരെ ഉത്കണ്ഠപ്പെടുത്തുന്ന വിധത്തിൽ നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റുപാടുകളിൽ വരുന്ന മാറ്റം അത് ഭരണ സംവിധാനത്തിന്റെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSSന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾ, യാതൊരു നിയമവും മര്യാദയും ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിവെക്കുന്ന സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം ഇന്ന് പുറത്തു വന്നത് നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. തമിഴ്നാട് ഗവർണർ അത് സംഘപരിവാറിന്റെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്നവരെ പോലെയാണ് പല ഗവർണർമാരും കുറച്ചു കാലമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നിർബൻ ചക്രവർത്തിയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. നിർബൻ, കേന്ദ്രത്തിന്റെ വർഗീയമായ താല്പര്യങ്ങളെ, സ്വേച്ഛാധിപത്യപരമായ സ്വഭാവത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് ഇന്ന് MA ബേബി മാധ്യമങ്ങളോട് സംബന്ധിച്ചത്. എന്തൊക്കെയായിരുന്നു മറ്റു വിശദാംശങ്ങൾ? സിന്ധൂരി പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കേസരിയിൽ സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ സമഗ്രമായി ഇന്ത്യൻ രാഷ്ട്രീയം മുതൽ BJP ഉയർത്തുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ വലിയ തരത്തിലുള്ള ഭീഷണി, ഒപ്പം തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള CPM എടുക്കുന്ന പാർട്ടി സമ്മേളനത്തിൽ എടുത്ത തന്ത്രങ്ങൾ, ഒപ്പം തന്നെ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് BJP ഇതര സംസ്ഥാനങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കം, അതിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടി, ഇത്തരം സംഭവങ്ങൾ മുതൽ കേരളത്തിന്റെ സമകാലിക രാഷ്ട്രീയം വരെയുള്ള വിവാദങ്ങളിലടക്കമുള്ള സമഗ്രമായ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത്. BJP രാജ്യത്ത് ഉയർത്തുന്ന ഭീഷണി അതീവ ഗൗരവതരമായ കാര്യമാണ്. ഇത് CPIM മനസ്സിലാക്കുന്നത് പോലെ രാജ്യത്ത് കോൺഗ്രസ് ഇത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. BJP ശക്തി പ്രാപിക്കുന്നുണ്ട്. അത് കോൺഗ്രസിന്റെ തട്ടകങ്ങളിൽ മാത്രമല്ല, ഇടതുപക്ഷ സ്വാധീനമുള്ള പ്രദേശങ്ങളിലും അത് വർദ്ധിക്കുന്നുണ്ട് എന്ന കാര്യം CPIM മനസ്സിലാക്കുന്നുണ്ട്. CPMന്റെ പാർട്ടി കോൺഗ്രസ് അത് ഗൗരവമായി പരിശോധിച്ചു. ഏതെങ്കിലും തരത്തിൽ അത്തരം മേഖലകളിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ BJP കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്ന നിയമം അക്കൗണ്ട് പൂട്ടിക്കും എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി എന്നെ പ്രഖ്യാപിച്ചു. അത് നടപ്പിലാക്കി. രണ്ടാമത് വിജയിച്ച് തൃശൂരിൽ പാർലമെന്റിൽ BJP രണ്ടാമത് സീറ്റ് പിടിച്ചു. പക്ഷേ അവിടെ എങ്ങനെയാണ് BJP സീറ്റ് പിടിച്ചത്? കോൺഗ്രസിന്റെ വോട്ട് വർദ്ധിച്ചു, കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു, LDFന്റെ വോട്ട് വർദ്ധിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസ് 2 സീറ്റുകളാണ് BJPക്ക് നൽകിയത്. ഒന്ന് തൃശൂർ മാത്രമല്ല, മറ്റൊന്ന് രാജ്യസഭയിൽ കൂടി KC വേണുഗോപാൽ വഴി BJPക്ക് രണ്ടാമത് സീറ്റ് കൂടി നൽകി. അതുകൊണ്ട് കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളിൽ ഗൗരവതരമായ സമീപനമാണോ സ്വീകരിക്കുന്നത് എന്നതാണ് MA ബേബി സംസാരിച്ചത്. ഒപ്പം തന്നെ കേരളത്തിലെ ആശാ സമരവുമായി ബന്ധപ്പെട്ട് SUPIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരവുമായി ബന്ധപ്പെട്ട് ഇത് കേന്ദ്ര സ്കീമാണ്. അത് സമരക്കാരോട് സർക്കാർ പറഞ്ഞിട്ടും സമരക്കാർ അത് മനസ്സിലാക്കുന്നില്ല. ദേശീയ ട്രേഡ് യൂണിയനുകളടക്കം ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ സമീപനത്തിൽ ശക്തമായ നിലപാടുണ്ട്. അവരോട് ഒന്നിച്ച് നടത്തേണ്ട ഒരു സമര വിഷയം, കേന്ദ്രവുമായി നടത്തേണ്ട സമരമാണ് ഇത്. ഇക്കാര്യത്തിൽ ഏതൊരു സമരമായിരുന്നാലും സമരക്കാരെ കേൾക്കണം എന്ന നിലപാട് സർക്കാരിനുണ്ട്. ആ നിലപാട് സർക്കാർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് MA ബേബി പറഞ്ഞു. ഒപ്പം തന്നെ SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന അദ്ദേഹം പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. SNDPയുടെയും NSSന്റെയും പാരമ്പര്യം തീവ്രമായ വർഗീയവാദികളോട് സഹകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ SNDPക്ക് ഒരു കാരണവശാലും BJPക്കുമായി യോജിക്കാൻ കഴിയില്ല. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത പ്രസ്താവനയാണ് എന്നും MA ബേബി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒപ്പം തന്നെ കേരളവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ MA ബേബിയെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറി ആയ ശേഷം ക്യാപ്റ്റൻ ഇനി മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പലതരത്തിൽ മാധ്യമങ്ങൾ പറയുന്ന പേര്
കേരളത്തിന്റെ ക്യാപ്റ്റൻ ഇനി MA ബേബിയാണ് എന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ വാർത്ത നൽകി. ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചു ലഭിച്ച അംഗീകാരമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്യാപ്റ്റൻ എന്ന പദവി. ആർക്കും ആരുടെയും മുകളിലുമല്ല, ആരുടെയും താഴെയുമല്ല. പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലയാണ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പദം എന്നും വാർത്താ സമ്മേളനത്തിൽ MA ബേബി പറഞ്ഞു. സിന്ധു, വ്യക്തമാണ് നൃപൻ. KUWT നടത്തിയ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു CPM ജനറൽ സെക്രട്ടറി MA ബേബി. കേരളത്തിലെയും കേന്ദ്രത്തിലെയും സമകാലികമായ വിഷയങ്ങളോടെല്ലാം തന്നെ അദ്ദേഹം അവിടെ സംവദിക്കുകയുണ്ടായി. നൃപൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്.